അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ ഇവിടെ ഫിഅലുകളിൽ അഫ്ആലിൽ ആരാണ് മബ്നി, ആരാണ് മുഅറബ്, ഇതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അംറു ഫിഅലുകൾ മബ്നിയാണ്, മാദിയായ ഫിഅലുകൾ മബ്നിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി. ഗ്രന്ഥകാരൻ ഇനി തുടർന്ന് മുദാരിയെ കുറിച്ചാണ് പറയുന്നത്. وفعل أمر ومضي بنيا وأعرب مضارعا إن عاريا من نون توكيد مباشر ومن نون إناث كيرعنا منفوت وأعرب അവർ മുഅറബാക്കി എന്ന് പറഞ്ഞെങ്കിൽ ഉലമാ നഹ്വ് പണ്ഡിതന്മാർ മുഅറബാക്കി. ആരെ? മുദാരിയായ ഫിഅലിനെ. എപ്പോൾ? ഇൻ ആരിയ, മുദാരിയായ ഫിഅൽ ഇൻ ആരിയ. ഇവിടെ ആരിയ എന്നുള്ളത് പറഞ്ഞില്ലേ, കവിതയ്ക്ക് വേണ്ടിയാണ്. അവിടെ പിന്നെ ആരിയ എന്നുള്ളതാണ്. ആരിയ എന്ന് പറഞ്ഞാൽ ഒരിയാനാവുക, നഗ്നമാവുക എന്നുള്ള അർത്ഥം. മുക്തമാവുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇൻ ആരിയ, മുദാരിയായ ഫിഅൽ മുക്തമായാൽ, ഒഴിവായാൽ. ആരിൽ നിന്ന് മുക്തമായാൽ? മിന്നൂനി തൗക്കീദിൻ്റെ നൂനിൽ നിന്ന്. എങ്ങനെ? മുബാശിരിൻ, നേരിട്ട് തൗക്കീദിൻ്റെ നൂൻ മുദാരിയായ ഫിഅലിൽ നിന്ന് മുക്തമായാൽ വ്യാകരണ പണ്ഡിതന്മാർ മുദാരിയായ ഫിഅലിനെ സന്ദർഭത്തിൽ മുഅറബാക്കി. അതിൻ്റെ അർത്ഥം മുബാശിറായ നിലക്ക് തൗക്കീദിൻ്റെ നൂന് മുദാരിയായ ഫിഅലിനോട് ചേർന്ന് വന്നാൽ മുദാരിയായ ഫിഅൽ എന്താണ്? മബ്നിയാണ്. തയ്യിബ്. ഇൻ ആരിയ, മുദാരിയായ ഫിഅൽ മുക്തമായാൽ മിന്നൂനി തൗക്കീദിൻ മുബാശിരിൻ, മുബാശിറായ തൗക്കീദിൻ്റെ നൂനിൽ നിന്ന്. വമിൻ നൂനി ഇനാസിൻ, നൂനുൽ ഇനാസിൽ നിന്നും മുക്തമായാൽ, മുദാരിയായ ഫിഅൽ മുക്തമായാൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ അത് പിന്നെ മുഅറബാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നൂനുൻ ഇനാസ് വന്നാൽ മുദാരിയായ ഫിഅൽ മബ്നിയാണ്. ഉദാഹരണം കയറൂന മൻഫുത്തിൻ. പോലെ എന്ന അർത്ഥത്തിൽ. യറൂന മൻഫുത്തിൻ, അത് ഇതിൻ്റെ ഉദാഹരണം കൊടുത്താണ്. യറൂന എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകൾ ഭയപ്പെടുത്തും, പേടിപ്പിക്കും. മൻഫുത്തിൻ എന്ന് പറഞ്ഞാൽ മൻഫുത്തിൻ ബിഹിന്ന, സ്ത്രീകളാൽ പരീക്ഷിക്കപ്പെട്ടവരെ സ്ത്രീകൾ പേടിപ്പിക്കുമെന്നാണ്. യറൂന, അവർ സ്ത്രീകൾ പേടിപ്പിക്കും. മൻഫുത്തിൻ, അവരാൽ പരീക്ഷിക്കപ്പെട്ടവരെ. എന്നാൽ ഈ സ്ത്രീകളുടെ പിന്നാലെ വായി നോക്കി ഇറക്കുന്ന ആളുകളെ സ്ത്രീകൾ പേടിപ്പിക്കും എന്ന അർത്ഥമാണ് ഇവിടെ. അത് പിന്നെ ആ ഉദാഹരണം എങ്ങനെയാണ് ഇവിടെ ബാധകമാകുക എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു പൊതു തത്വം പറയാം. ഇവിടെ പറഞ്ഞ് മുദാരിയായ ഫിഅൽ അത് നേരിട്ട് അതിനോട് തൗക്കീദിൻ്റെ നൂന് രണ്ടും ചേർന്ന് വന്നാൽ മബ്നിയാണ്. മുദാരിയായ ഫിഅലിനോട് നൂനുൻ നിസ്വ, നൂനുൽ ഇനാസ് അത് ചേർന്ന് വന്നാൽ അപ്പോഴും അത് മബ്നിയാണ്. അതില്ലാത്ത സന്ദർഭങ്ങളിൽ മുദാരിയായ ഫിഅൽ മുഅറബാണ്. ഇതാണ് ഇവിടെ ഇതിൻ്റെ ആശയം. അപ്പോൾ നമുക്കൊരു മുദാരിയായ ഫിഅൽ യർജിഉ മടങ്ങുന്നു. റജഅ എന്ന ഭൂതകാല ക്രിയയുടെ വർത്തമാന ഭാവി കാലക്രിയയാണ് ഫിഅൽ മുദാരിയാണ്. യർജിഉ മടങ്ങുന്നു. ഈ യർജിഉ എന്നതിൽ ഇത് മുഅറബാണ്. എന്നാൽ ഒരാൾ യർജിഅന്ന എന്ന് പറഞ്ഞ്, യർജിഅന്ന അല്ലെങ്കിൽ യർജിഅൻ എന്ന് പറഞ്ഞ്
അവൻ മടങ്ങുക തന്നെ വേണം എന്നാണ് യർജിഅന്ന എന്ന് പറഞ്ഞാൽ. അവൻ മടങ്ങുക തന്നെ വേണം. ഈ യർജിഅൻ എന്ന് പറഞ്ഞാലും അവൻ മടങ്ങുക തന്നെ വേണം. ഇവിടെ ന എന്നുള്ളത് തൗക്കീദിൻ്റെ സഖീലത്തിൻ്റെ നൂനാണ്. സഖീലത്ത് എന്നാൽ ഭാരമുള്ളത്, കട്ടിയുള്ളത്. രണ്ട് നൂന് മുശദ്ദദായി വന്നുകൊണ്ട് ന കട്ടിയുള്ളത്. യർജിഅൻ എന്നുള്ളത് ഖഫീഫത്തിൻ്റെ തൗക്കീദിൻ്റെ നൂനാണ്. അർത്ഥം രണ്ടിനും എന്ന് തന്നെയാണ്. അവൻ മടങ്ങുക തന്നെ വേണം എന്നാണ്. അവൻ മടങ്ങുക തന്നെ വേണം. ഇവിടെ നോക്കൂ, യർജിഉ എന്ന മുദാരിഅ ഫീലിലേക്ക് ന എന്ന തൗക്കീദിൻ്റെ നൂന് മുബാഷിർ നേരിട്ട് ചേർന്ന് വന്നു. യർജിഉ എന്നതിലേക്ക് ന നേരിട്ട് ചേർന്ന് വന്നു. അതേപോലെ തൗക്കീദിൻ്റെ ഖഫീഫത്തിൻ്റെ നൂന് നേരിട്ട് ചേർന്ന് വന്നു അല്ലേ. അപ്പോൾ ഈ മുദാരിഅ ഫീൽ നൂന് തൗക്കീദിൽ നിന്ന് പിന്നെ എന്ത് ചെയ്തിട്ടില്ല, ആരിയ മുക്തായിട്ടില്ല ഇവിടെ അല്ലേ. വഅറബു ഉലമാ ഉന്നഹ്വ്, നഹ്വിൻ്റെ പണ്ഡിതന്മാർ മുഅറബാക്കി മുദാരിഅ ഫീലിനെ എപ്പോൾ ഇൻ ആരിയ അത് മുക്തമാകുമ്പോൾ. ഏതിൽ നിന്ന്? മിന്നൂനി തൗക്കീദിൻ മുബാഷിറായ തൗക്കീദിൻ്റെ നൂനിൽ നിന്ന് മുക്തമാകുമ്പോഴാണ് മുഅറബാക്കിയത്. അപ്പോൾ മുബാഷിറായിട്ട് തൗക്കീദിൻ്റെ നൂന് വന്നാൽ ഇത് മുഅറബാകൂല, എന്താകുക? മബ്നിയാണാകുക. അപ്പോൾ ഇവിടെ യർജിഅന്ന എന്ന് പറഞ്ഞാൽ യർജിഉ ഫിഅ്ൽ മുദാരി മർഫൂഉൻ ബിദ്ദമ്മ, അത് മുഅറബാണ്. എന്നാൽ യർജിഅന്ന എന്നുള്ളിടത്ത് യർജിഅന്ന ഫിഅ്ൽ മുദാരി മബ്നിയുൻ അലൽ ഫത്ഹി, മബ്നിയുൻ മുദാരിഅയിൽ ഇവിടെ മുഅറബല്ല, ഇവിടെ മുഅറബാണ്, ഇവിടെ മുഅറബല്ല, ഇവിടെ മബ്നിയാണ്. എന്തുകൊണ്ട് മബ്നിയാണ്? അത് മുബാഷിറായിട്ട് തൗക്കീദിൻ്റെ നൂനിൽ നിന്ന് മുക്തം ആയിട്ടില്ല. മുബാഷിറായിട്ട് തൗക്കീദിൻ്റെ നൂൻ അവിടെ ചേർന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് മബ്നിയാണ്. യർജിഅൻ എന്നുള്ളിടത്തും തൗക്കീദിൻ്റെ ഖഫീഫത്തിൻ്റെ നൂന് മുദാരിഅ ഫീലിനോട് ചേർന്ന് വന്നു, അതുകൊണ്ട് ഇതും മബ്നിയാണ്. എപ്പോഴാണോ ഈ നൂനുകളിൽ നിന്ന് ഇത് മുക്തമാകുന്നത് അപ്പോഴാണ് അത് മുഅറബാക. ഇനി ഇവിടെ മുബാഷിർ എന്ന് പ്രയോഗിച്ചില്ലേ, ഈ മുബാഷിർ എന്ന് പ്രയോഗിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ വേറെ വിഷയമുണ്ട്. ഇപ്പോൾ യർജിഅന്ന എന്നുള്ളത് നേരിട്ട് ചേർന്ന് മുദാരിയിലേക്ക് നൂന് ചേർന്ന് വന്നു. എന്നാൽ ഇവിടെ നമ്മൾ ഈ യർജിഉ എന്നുള്ളതിനെ അതിൻ്റെ വേറൊരു ഉദാഹരണം ഇതാണ്, വേറെ നിലയ്ക്ക് ഇതാണ് രണ്ടാളുടെ വിഷയത്തിൽ പറയാണ്. യർജിഅ അവർ രണ്ടുപേരും മടങ്ങും. നമ്മൾ പറയണേ അവർ രണ്ടുപേരും മടങ്ങുക തന്നെ വേണം. അപ്പോഴാണല്ലോ തൗക്കീദിന് നൂന് വരുന്നത്. യർജിഅനി അവർ രണ്ടുപേരും മടങ്ങുക തന്നെ ചെയ്യുന്നു. അവിടെ തൗക്കീദിന് നൂന് വന്ന്, പക്ഷേ ആ തൗക്കീദിൻ്റെ നൂന് മുബാഷിർ ആയിട്ടല്ല വന്നത്. യർജു എന്ന ഫീലിനോട് മുബാഷിറായിട്ടല്ല വന്നത്. പിന്നെയോ അതിനിടയിൽ ഒരു അലിഫ് വന്ന്, ഇതാണ്ടോ അലിഫ് വന്ന്. അപ്പോൾ ഇവിടെ തൗക്കീദിൻ്റെ നൂന് യർജിഅ എന്ന ക്രിയയ്ക്ക് ശേഷം വന്നു, പക്ഷേ ഗൈറു മുബാഷിറായിട്ടല്ല വന്നത്, നേരിട്ടല്ല വന്നത്. ഇതേപോലെ പിന്നെ അതിനിടയിൽ ഒരു അലിഫുണ്ട്. അതുകൊണ്ട് തന്നെ ഗൈറു മുബാഷിറായി വന്ന ഈ സ്ഥലത്ത് മുദാരിഅ ഫീൽ എന്താണ്? മുഅറബാണ്. ഇത് മബ്നിയല്ല. ഇവിടെ രണ്ടിടത്തും മബ്നിയാണ്, കാരണം മുബാശറത്തായിട്ട് വന്നു. എന്നാൽ ഇവിടെ മബ്നിയല്ല, കാരണം ഇവിടെ ഗൈറ് മുബാശറത്തായിട്ടാണ് വന്നത് എന്നുള്ളതാണ്. ഇവിടെ യർജിഅനി, ഇവിടെ ശരിക്കും 3 നൂനുണ്ട്. യർജിഉ, യർജിഅനി ഉണ്ടാവും. പിന്നെ ഈ തൗക്കീദിൻ്റെ 2 നൂനുണ്ട്, അതാണ് കട്ടിയിൽ എഴുതിയത് യർജിഅനി. പക്ഷേ ഇവിടെ പിന്നെ ഈ ഫെയിലിലുള്ള നൂനിനെ കളഞ്ഞ് എന്നിട്ട് യർജിഅനി എന്ന് പറഞ്ഞു തൗക്കീദിൻ്റെ നൂനിനെ അതിലേക്ക് ചേർത്ത്. പക്ഷെ ചേർത്തെങ്കിലും യർജിഉ എന്നുള്ള ഭൂതകാലക്രിയയോട് നേരിട്ട് ചേർത്തില്ല, അതിനിടയിൽ എന്തുണ്ട്? അലിഫ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുബാശറത്തായിട്ടല്ല വന്നത്. അതുകൊണ്ട് യർജിഅനി എന്നുള്ളത് എന്താണ്? അത് മുഅറബാണ്. യർജിഅൻ എന്നുള്ളത് മബ്നിയാണ്. അപ്പോൾ
എപ്പോഴാണോ തൗക്കീദിൻ്റെ നൂന് മുബാശറായിട്ട് മുദാരിയായ ഫീലിൽ നിന്ന് മുക്തമാകുന്നത് അപ്പോഴാണ് മുഅറബാകുക. എന്നാൽ എപ്പോഴാണ് മുദാരിയായ ഫീലിനോട് തൗക്കീദിൻ്റെ നൂന് മുബാശറത്തൻ ചേർന്ന് വരുന്നത്, അപ്പോൾ മുദാരിയായ ഫീൽ മബിനിയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇതേപോലെ ഉദാഹരണങ്ങൾ വേറെ നമുക്ക് പിന്നെ ഇതാക്കാം. ഇപ്പോൾ കുറേ ആളുകളോട് പറയാണ്, ഇപ്പോൾ യർജിഊന്ന അവിടെ എങ്ങനെ വരും? യർജിഊ അവർ മടങ്ങുക തന്നെ ചെയ്യും, അവർ മടങ്ങുക തന്നെ ചെയ്യുന്നു. ഉണ്ടോ? അവർ മടങ്ങുക തന്നെ ചെയ്യും, അവർ മടങ്ങുക തന്നെ ചെയ്യുന്നു. അവിടെ യർജിഊ എന്ന പിന്നെ എന്നെയാണ്. പക്ഷെ ഇവിടെ ഈ സന്ദർഭങ്ങളിലൊക്കെ ഈ ആദ്യത്തെ നൂന കളയും. യർജിഊന്ന ഇവിടെ നൂന് ഫീലിനോട് മുബാശറത്തായിട്ടല്ല വന്നത്. അവിടെ നിന്നുണ്ട് യർജിഊ എന്നുള്ള പിന്നെ വാവുണ്ട്, വാവുൽ ജമാഅണ്ട്. അപ്പോൾ നൂനിനോട് ഒരിക്കലും ചെയ്തില്ല, അത് ചേർന്ന് വരുന്നില്ല. ഇടയിൽ എന്തുണ്ട്? ഇടയിൽ വാവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മുബാശറത്തായ നിലക്കല്ല ഈ നൂന് ചേർന്ന് വന്നിട്ടുള്ളത്. ആരോട്? യർജിഊ എന്നുള്ള ഫീലിനോട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുഅറബാണ്. നൂന് തൗക്കീദ് ഇവിടെ ഉണ്ടെങ്കിൽ ഇത് മുഅറബാണ്. കാരണം എന്താണ്? മുബാശറത്തൻ നൂന് തൗക്കീദ് ചേർന്ന് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട്. ഇവിടെ വേറെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇത്തരം സന്ദർഭങ്ങളിൽ യർജിഉ ഇങ്ങനെയാണ് എഴുതുക. യർജിഉന്ന അവർ കുറേ പുരുഷന്മാർ മടങ്ങുക തന്നെ ചെയ്യുന്നു. കണ്ടാ? വാവും കളഞ്ഞു പോകും. യർജിഉന്ന വാവ് കളഞ്ഞു പോയിട്ട് അവിടെ വാവ് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കുറേ ആളുകളോടാണ് എന്നുള്ളതിന് അറിയിക്കാൻ വേണ്ടിയിട്ട് ദമ്മ് കൊടുക്കും അയിന്. യർജി അന്ന എന്ന് പറഞ്ഞാൽ അവൻ മടങ്ങുന്നതാണ്. യർജി അന്ന അവിടെ മബിനിയാണ്, നേരിട്ട് നൂന് തൗക്കീദ് ചേർന്ന് വന്ന്. എന്നാൽ ഇവിടെ യർജി ഉന്ന എന്ന് പറയുമ്പോൾ മബിനി അല്ല, മുഅറബാണ്. എന്തുകൊണ്ട്? നൂന് തൗക്കീദ് ഇതിനോട് നേരിട്ട് ചേർന്നിട്ടില്ല. കാരണം എന്താ? കാരണം ഇവിടെ വാവും പിന്നെ നൂനും ഉണ്ട്. വാവിനെയും നൂനിനെയും കളഞ്ഞതാണ്. എന്നിട്ട് അയിനിന് ദമ്മ് കൊടുത്ത് ഇവിടെ വാവ് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനുള്ള അടയാളമായിട്ട്. അപ്പോൾ ഇവിടെ ഫലത്തിൽ നൂന് തൗക്കീദ് നേരിട്ട് ആരോട് ചേർന്നിട്ടില്ല? യർജിഉ എന്നതിനോട് ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇത് എന്താണ്? മുദാരിയാണ്, പിന്നെ മുഅറബാണ്. നേരിട്ട് ചേരുമ്പോഴാണ് എന്ത്? അത് മബിനിയാവുക. അത് പിന്നെ കുറേ ഒരു വിഷയങ്ങളുള്ള ഒരു ഭാഗമാണ്. നൂൻ എന്തുകൊണ്ട് കളയപ്പെട്ടു, പിന്നെ എങ്ങനെയാണ് പിന്നെ വാവ് കളയപ്പെട്ടത് തുടങ്ങിയതായ വിഷയങ്ങളൊക്കെ. പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ഇനി മനസ്സിലാക്കണം മൊത്തത്തിൽ വഅറബു മുദാരിയായ ഫെയിലിനെ വ്യാകരണ ഉലമാ ഉന്നഹ്വ് മുഅറബാക്കി. അപ്പോൾ ഇൻ ആരിയ മുദാരിയായ ഫെയിൽ മുക്തമാകുമ്പോൾ ഏതിൽ നിന്ന്? മിൻ നൂനി തൗക്കീദിൻ്റെ നൂനിൽ നിന്ന്. അത് ഖഫീഫത്തിൻ്റെ നൂനുണ്ട്, സഖീലത്തിൻ്റെ നൂനുണ്ട്. അതിൽ നിന്ന് എങ്ങനെ? മുബാശിരിൻ തൗക്കീദിൻ്റെ നൂന് മുബാശറായിട്ട് പിന്നെ മുദാരിയായ ഫെയിലിനോട് ചേർന്നതിൽ നിന്ന് മുക്തമായാൽ അപ്പോഴാണ് മുഅറബാക്കിയത്. എന്നാൽ മുബാശറായിട്ട് തൗക്കീദിന് നൂന് മുദാരിയായ ഫീലിനോട് ചേർന്നാൽ അപ്പോൾ മുദാരിയായ ഫീൽ മബ്നിയാണ്. ഇനി വമിൻ നൂനി ഇനാസിൻ വഅറബു മുദാരിയനെ അവർ മുഅറബാക്കി. ഇൻ ആരിയ മുദാരിയായ ഫീൽ മുക്തമാകുമ്പോൾ മിൻ നൂനി ഇനാസിൻ നൂൻ ഇനാസിൽ നിന്ന്. ഏതാ ഈ നൂൻ ഇനാസ്? ഇപ്പം നമ്മൾ പിന്നെ സർഫാക്കുമ്പോൾ ഫഅല ഫഅല ഫഅലു ഫഅലത് ഫഅലത ഫഅൽന ഉണ്ടോ? ഫഅൽന അതാണ് സർഫ്. അതിൽ ഫഅൽന എന്നുള്ളതിൽ അതിവിടെ ബാധകല്ല. കാരണം ഇവിടെ നമ്മൾ മുദാരിയാണ്. ഫഅൽന ഇതാണ് നൂനുൻ നിസ്വ. അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിച്ചു എന്നാണ്. അപ്പോൾ അതാണ് അവർ കുറേ സ്ത്രീകൾ എന്നുള്ളതിനെ അറിയിക്കാനാണ് ഈ നൂന് വന്നത്. അതാണ് നൂനു ഇനാസിൻ. ഇനാസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, സ്ത്രീലിംഗം. അതിനെ അറിയിക്കാനുള്ള നൂൻ. അതാണ് നൂനുൽ ഇനാസ് അല്ലെങ്കിൽ നൂനുൻ നിസ്വ എന്ന് പറയും. നൂനുൻ നിസ്വ കുറേ സ്ത്രീകൾ എന്നുള്ളത് അറിയിക്കാനുള്ള അടയാളമാണ് ഈ നൂന്. ഒരു സ്ത്രീ എന്നുള്ളത് അറിയിക്കാൻ ഫഅലത്ത് താവു തൈനീസ് വരുന്നത് പോലെയാണ് കുറേ സ്ത്രീകൾ എന്നുള്ളത് അറിയിക്കാൻ നൂനുൽ ഇനാസ് വരുന്നത്. അപ്പോൾ ഇതാണ് നൂനു ഇനാസ്. അത് മുദാരിയായ ഫീൽഡ്, അതാണല്ലോ നമ്മുടെ വിഷയം. മുദാരിയായ ഫീൽഡ് എങ്ങനെ വരിക? ഇപ്പം നമ്മൾ എഫ് അലു അവൻ പ്രവർത്തിക്കുന്നു, എഫ് അലാനി അവർ 2 പേർ പ്രവർത്തിക്കുന്നു, എഫ് അലൂൻ അവർ കുറേ പേർ പ്രവർത്തിക്കുന്നു, തഫ് അലു അവൾ പ്രവർത്തിക്കുന്നു, തഫ് അലാനി അവർ 2 സ്ത്രീകൾ പ്രവർത്തിക്കുന്നു,
യഫ് അൽന അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. യഫ് അൽന. അതേപോലെ തന്നെ തഫ് അലു നീ പ്രവർത്തിക്കുന്നു, തഫ് അലാനി നിങ്ങൾ 2 പേർ പ്രവർത്തിക്കുന്നു, തഫ് അലൂന നിങ്ങൾ കുറേ പേർ പ്രവർത്തിക്കുന്നു, തഫ് അലീന നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു, തഫ് അലാനി നിങ്ങൾ 2 സ്ത്രീകൾ പ്രവർത്തിക്കുന്നു, തഫ് അൽന നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. അണ്ട തഫ് അൽന അവിടെ ഈ നൂന് തഫ് അൽന നിങ്ങൾ കുറേ സ്ത്രീകൾ അവർ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു, നിങ്ങൾ കുറേ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. അണ്ട ഈ നൂന് ഇതാണ് നൂന് ഇനാസ്. നൂന് ഇനാസിൽ നിന്ന് ഇൻ ആരിയ മുദാരിയായ ഫീൽ മുക്തമായാൽ അറബു നഹ്വിൻ്റെ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? മുദാരിയായ ഫീലിന് മുറബാക്കി. അപ്പോൾ ഇവിടെ മുക്തമായിട്ടില്ല. യഫ് അൽന എന്നുള്ളിടത്ത് നൂനുണ്ട്, തഫ് അൽന എന്നുള്ളിടത്ത് നൂനുണ്ട്. തഫ് അലു യഫ് അലു എന്നുള്ളതാണ് മുദാരിയായ ഫീലുകൾ. അത് നൂനിൽ നിന്ന് മുക്തമായിട്ടില്ല. മുക്തമായിരുന്നുവെങ്കിൽ യഫ് അലു തഫ് അലു മുറബാണ്. പക്ഷെ ഇവിടെ മുക്തമാകാത്തത് കാരണത്താൽ തഫ് അൽ എന്നുള്ളത് എന്താണ്? മബിനിയാണ്. അപ്പോൾ യഫ് അൽന ഫഅൽ മുദാരി മബ്നിയുൻ അല സുകൂനി നൂനുൻ നിസ്വ അലാമത്ത് തൈനീസ്. തഫ്അൽ ഫഅൽ മുദാരി മബ്നി അല സുകൂൻ നൂനുൻ നിസ്വ. അവിടെ മബ്നിയാണ്, ഇവിടെ മബ്നിയാണ്. കാരണം നൂനുൻ നിസ്വയിൽ നിന്ന് മുക്തല്ല, നൂനുൻ നിസ്വ അവിടെ ഉണ്ട്. മനസ്സിലായ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. വഅറബു മുദാരിഅൻ ഇൻ ആരിയ മിൻ നൂനി തൗകീദിൻ മുബാശിരിൻ വമിൻ നൂനി ഇനാസിൻ. നൂനിൽ ഇനാസിൽ നിന്ന് മുദാരി മുക്തമായാൽ, മുബാശറായ നിലക്ക് തൗക്കീദിൻ്റെ നൂനിൽ നിന്ന് മുക്തമായാൽ അപ്പോഴാണ് മുഅറബ്. അതില്ല എങ്കിൽ മബ്നിയാണ്. ഖലാസ്. എന്നിട്ട് അതിന് ഒരു ഉദാഹരണം ഗ്രന്ഥകാരൻ പറഞ്ഞതാണ്. യറൂന മംഫുത്തിൻ എന്നതിൽ ഉള്ളതുപോലെ യറൂന മംഫുത്തിൻ. യറൂന എന്നുള്ളത് യറൂന അവർ ഭയപ്പെടുത്തി എന്നാണ്. യറൂന അവർ ഭയപ്പെടുത്തി, അവർ ഭയപ്പെടുത്തുന്നു. മംഫുത്തിൻ അവരാൽ പരീക്ഷിക്കപ്പെട്ടവരെ എന്നാണ്. ഇവിടെ നോക്കൂ, നൂനുൻ നിസ്വയാണ് യറൂന. തറുവാനി യറൂന എന്നാണ്. യറൂന. അപ്പോൾ ഇവിടെ യറൂന അവർ സ്ത്രീകൾ പേടിപ്പിക്കുമെന്നാണ്. പേടിപ്പിക്കും. അപ്പോൾ ഇവിടെ യറൂ ഫിഅ്ലു മുദാരി മബ്നിയുൻ അല സുകൂനി മബ്നിയാണ്. എന്തുകൊണ്ട്? ന എന്ന നൂൻ നിസ്വ അതിനോട് ചേർന്നതിനാൽ. ഈ മുദാരിയായ യറൂ എന്നുള്ള മുദാരിയ നൂനുൻ നിസ്വയിൽ നിന്ന് മുക്തമല്ല. മുക്തമാണെങ്കിലാണ് മുഅറബ്, മുക്തമായിട്ടില്ല എങ്കിൽ മബ്നിയാണ്. അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ നൂനുൻ നിസ്വ ചേർന്ന് വന്ന ഒരു മുദാരിയായ ഫീലിനെ ഉദാഹരിക്കാൻ കൊണ്ടുവന്നതാണ് ഇവിടെ ഈ ഒരു യറൂന മംഫുത്തിൻ എന്നുള്ള ഭാഗം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ചുരുക്കി പറഞ്ഞാൽ എല്ലാ അംർ ഫിഅലും മബ്നിയാണ്, എല്ലാ മാദിയായ ഫിഅലും മബ്നിയാണ്. ഫിഅൽ മാദി മബ്നി, ഫിഅൽ അംർ മബ്നി. എന്നാൽ മുദാരി അങ്ങനെയല്ല. മുദാരി എന്ന് പറഞ്ഞെങ്കിൽ മുദാരിയ നൂന് തൗക്കീദിനോട് മുബാശറത്തായിട്ട് ചേർന്ന് വരുമ്പോൾ മബ്നിയാണ്. നൂനുൻ നിസ്വയോട് ചേർന്ന് നൂനുൻ നിസ്വ മുദാരിയായ ഫീലിനോട് ചേർന്ന് വരുമ്പോൾ മബ്നിയാണ്. ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ മുദാരിയായ ഫീൽ മുഅറബാണ്. മുദാരിയായ ഫീൽ മുഅറബാണ്. ഇതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. വഫിഉലു അംറിൻ വമുദിയിൻ ബുനിയ വഅറബു മുദാരിഅൻ ഇൻ ആരിയ മിൻ നൂനി തൗകീദിൻ മുബാശിരിൻ വമിൻ നൂനി ഇനാസിൻ കയറുന മംഫുത്തിൻ. ഇൻഷാ അല്ലാഹ് നമുക്കിനി ഗ്രന്ഥകാരൻ ഈ അൽ മുഅറബ് വൽ മബ്നി എന്ന അധ്യായത്തിൽ തന്നെ ഇനി എങ്ങനെയാണ് ഇഅ്റാബ് ചെയ്യുക, അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങളാണ്. അതേപോലെ തന്നെ മബ്നി അതെങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹം തുടർന്ന് പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്.